ഹലോ കൂട്ടുകാരെ, ചക്രാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഈ ചാനലിൽ നൽകണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. നമുക്കറിയാം, എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അംഗീകരിക്കണം എന്നുള്ളതൊക്കെ. നമ്മളെവിടെ പോയാലും, ഇപ്പം നമ്മളേതൊരു ഫംഗ്ഷന് പോയാലും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലാണെങ്കിലും എന്തും ആയിക്കോട്ടെ, നമ്മളെ അവർ അംഗീകരിക്കണം എന്നൊരു ആഗ്രഹം, അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏതാനും ടിപ്സുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സംസാര രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ, എൻ്റെ, നിങ്ങളുടെ ഇങ്ങനെയുള്ള ശൈലികൾ എനിക്കിത് ഒഴിവാക്കുക. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഇടയിലാണെങ്കിലും പ്രണയിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സംസാര രീതി അത് കേൾക്കുന്ന മറ്റു പലർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ ഞാൻ, എൻ്റെ, നിങ്ങളുടെ എന്നുള്ള രീതി ഒഴിവാക്കിക്കൊണ്ട് ചിലർ സംസാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കാറ് അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ സംസാരിക്കാം അല്ലേ. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടാവില്ലേ. അയാളുടെ വീടായിരിക്കാം, പക്ഷേ നമ്മളെന്നായിരിക്കും പറയുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പോലും അവരോട് നമുക്ക് കുറേ കാര്യങ്ങൾ പതിയെ ചോദിക്കാം. പക്ഷേ അതിനുവേണ്ടി തയ്യാറായി വന്ന് ചോദിക്കുന്നതായിട്ടുള്ള രീതി ഉണ്ടാവരുത്. നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ അവരുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗുഡ് ലിസണർ ആവുക എന്നുള്ളത്. ഗുഡ് ലിസണർ ആവുക, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്നിട്ട് നമ്മൾ ഇടയിൽ കയറി സംസാരിക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ടുള്ള പോയിൻ്റ്, ഓൾവേസ് കീപ് സ്മൈൽ. നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഒന്ന് ചിരിച്ചാൽ ചിലപ്പോൾ ആൾ തിരിച്ച് ചിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അയാൾ എന്ത് ജാടയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അയാൾ ചിലപ്പോൾ ഒരു പാവമായിരിക്കാം. പക്ഷേ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അത് ആ പുഞ്ചിരി നമ്മൾ അങ്ങോട്ട് നൽകുമ്പോൾ അയാൾക്കും ഒരു പ്ലസൻറ്റ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക അല്ലേ മനസ്സിൽ. അപ്പോൾ തിരിച്ചും ആ ഒരു ചിരി കിട്ടുമ്പോൾ അയാൾക്കും നല്ലൊരു അയാളുടെയും ആ ദിവസം, ആ ഒരു ചിരിയിൽ ആ ദിവസം തന്നെ പോസിറ്റീവ് ആവും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ചെറിയ കുട്ടികളോടാണെങ്കിലും, പാരൻസ് ചെറിയ കുട്ടികളോടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ റിലേറ്റീവ്സ് എങ്ങനെ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ കമാൻഡിങ് നേച്ചർ എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. കമാൻഡ് ചെയ്യുക, അതായത് നീ എന്താ അത് ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ നീ അത് ചെയ്തിട്ട് വായോ, അങ്ങനെ പറയില്ലേ. അങ്ങനെയൊക്കെയുള്ള രീതികൾ ഒഴിവാക്കുക. നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നമ്മൾക്കിതങ്ങനെ ചെയ്താലോ, ഒന്നതെനിക്ക് ചെയ്തു തരുമോ, അങ്ങനെയുള്ള രീതിയിൽ കമാൻഡിങ് നേച്ചർ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മാക്സിമം പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നാലാമത്തെ പോയിൻ്റ് ഇതാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആളാണെങ്കിൽ അവരെ കാണുന്നത് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, പേര് നമുക്ക് ഓർമ്മ വരില്ല. അപ്പം നമുക്കൊരു ചെറിയൊരു പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് മറന്നു പോകണമെങ്കിൽ പോട്ടെ, പിന്നീട് നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ മറക്കാതിരിക്കാൻ എന്തെങ്കിലുമായിട്ട് സിമിലറായിട്ട് ആ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അയാളെ വിളിക്കാനും, പിന്നെ കാണുമ്പോൾ നമുക്ക് ആളുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട്, അയാൾക്ക് ചിലപ്പോൾ നമ്മളുടെ പേര് ഓർമ്മയില്ലെങ്കിൽ പോലും അവരുടെ പേര് വിളിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവും. ഇനി എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ചിലവർ സംസാരിക്കും ഇല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ 2 ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ അടുത്ത് അത് പറയാൻ വേണ്ടി വരികയാണ്. എടാ ഞാനങ്ങനെ ചെയ്തിട്ട് ജിമ്മിൽ പോയി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അവർ പറയാണ്, നീ ഇത് പോയിട്ട് എന്താ കാര്യം, 2 ദിവസം കഴിയുമ്പോൾ നിർത്താനില്ല, അല്ലെങ്കിൽ നിൻ്റെ ഈ തടിയൊന്നും ഇതുകൊണ്ട് കുറയില്ല, നീ ഹെൽത്തി ആവുന്നു, എൻ്റെ വീടിനടുത്ത് ഇന്നാളിത് അങ്ങനെ ചെയ്തിട്ട് ഒരാൾക്ക് വലിയ അപകടമായി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്താതെ നമ്മൾ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്ത് സംസാരിക്കുക. അതായത് ഓഹോ ഇനിയിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയൊക്കെ ആയിട്ട് നിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാമല്ലേ, നല്ല രസമായിരിക്കുമല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചും നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും അവരോട് താങ്ക് യു പറയുക എന്നുള്ളൊരു കാര്യമാണ് ആറാമത്തെ പോയിൻ്റ് കേട്ടോ. അതുപോലെ ഏഴാമത്തെ ഒരു പോയിൻ്റ് പറയുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മൾ
പറയാതിരിക്കുക. അതിപ്പോൾ ഒരു ഗ്യാങ്ങിലാണെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ഇവിടെ പറയുക, ഇവരെക്കുറിച്ച് അവിടെ പോയി പറയുക. ഈ ഒരു രീതി തികച്ചും നമ്മളുടെ ഒരു നേച്ചറിന് നല്ലതായിരിക്കില്ല. അത് മറ്റുള്ളവർക്ക് ഒരു അനിഷ്ടം ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഓർമ്മയിലുള്ളത്. ഇനിയും ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.